ഹലോ ഗൈസ്. അപ്പം ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ട് മനസ്സിനൊക്കെ ഒരു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമാണിത്. പള്ളി കുർബാനയ്ക്ക് പോകുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഒക്കെ വന്നിട്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. ലൈക്ക് സൺഡേസ് പോവും, ബാക്കി ഇട ദിവസങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി. ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. അപ്പം ബൈബിളിലൊരു വചനമുണ്ട്, എന്നാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ സന്നിധിയിലോട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളത്. ദാറ്റ്സ് വെരി ട്രൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ലൈക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. പക്ഷേ ഇന്നെനിക്ക് ഒത്തിരി ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ആൻഡ് ഐ കെയിം ടു ചർച്ച് ഹിയർ. അപ്പം ഈ പള്ളി ഞാൻ മുന്നേ നിങ്ങളെ എൻ്റെ ഏതോ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ പോളിഷ് ചർച്ച്, പോളിഷ് ബാക്ക്ഗ്രൗണ്ട് ആൻസിസ്റ്റേഴ്സ് പണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഒരു പള്ളിയാണിത്. കൂടുതൽ പോളിഷ് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ പഴയ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളിഷുകാരനായിരുന്നല്ലോ. അപ്പം ആ മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്കായിട്ട് മാർപ്പാപ്പയുടെ ഒരു മ്യൂസിയം ഒക്കെ ഇവിടെ ഉണ്ട്. ലൈക്ക് മാർപ്പാപ്പ യൂസ് ചെയ്ത ലോഹയും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇതുവരെ എനിക്ക് അതിൻ്റെ അകത്ത് കയറി കാണാനൊന്നും പറ്റിയിട്ടില്ല. വൺ ടൈം മേ ബി ഐ വിൽ ഗെറ്റ് എ ചാൻസ്. അപ്പം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇന്ന് പള്ളിയിൽ പോകാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പള്ളിയിൽ പോകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി പീസ്ഫുൾ തിങ് ഫോർ മീ. മെയിൻലി നമ്മൾ ഇങ്ങനെ പുറം രാജ്യങ്ങളൊക്കെ താമസിക്കുമ്പോൾ ലൈക്ക് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നാട്ടിലും ബാക്കി നമ്മളിൽ നിന്നും ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ്. അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കാം എങ്കിൽ പള്ളിയിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് പീസ്ഫുൾ തിങ് ഫോർ മീ. നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പം നമ്മളുടെ അടുത്തുനിന്ന് മരിച്ചു പോയവർ, എസ്പെഷ്യലി റീസെൻ്റ്ലി ഐ ലോസ് മൈ ആൻറ്റി. അപ്പം ഞാനിങ്ങനെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മരിച്ചു പോയ എൻ്റെ ആൾക്കാരുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ ഡിഡ് സംതിങ് ഫോർ ദം. ഇപ്പം ഇനി ഈ ലോകത്തിൽ അവർക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല. വാട്ട് ഐ ക്യാൻ ഡു ഫോർ ദം ഈസ് ലൈക്ക് ജസ്റ്റ് ടു പ്രേ ഫോർ ദം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എനിക്കൊരു ഭയങ്കര പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. സംടൈംസ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദിവസമൊക്കെ ഐ യൂസ് ടു സീ ഹർ ഇൻ മൈ ഡ്രീംസ്. സോ ഇറ്റ്സ് ലൈക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരൻസ്, എസ്പെഷ്യലി മൈ മോം, ഷീ ഹാസ് പ്രാർത്ഥനയുടെ ഒരു ബേസ് കൊച്ചിലെ തൊട്ടേ എനിക്ക് തന്നിട്ടുണ്ട്. ലൈക്ക് സോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഓൾവേസ് കം ബാക്ക് ആൻഡ് ഐ ബിലീവ് ദാറ്റ്സ് ദ ഓൺലി ഹാപ്പിനെസ് ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ഇൻ ദിസ് വേൾഡ്. ഇപ്പം നമുക്ക് ലോകത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സന്തോഷം തരുമെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പ്രാർത്ഥിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും പള്ളിയിലൊക്കെ വരുമ്പോഴാണ് ദ റിയൽ ഹാപ്പിനെസ് ആൻഡ് പീസ്ഫുൾനെസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. സോ എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി, പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പള്ളി എന്ന് പറയുന്നുണ്ടല്ലോ, കുറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് 30 minutes ഡ്രൈവ് ഉണ്ട്. ഡോയിൽസ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഡോയിൽസ് ടൗണിൻ്റെ ഡൗൺ ടൗൺ ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പം ഞാൻ ഓർത്തു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഡോയിൽസ് ടൗണിലെ ഡൗൺ ടൗൺ നമുക്ക് കണ്ടു കളയാം. ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഹിസ്റ്റോറിക്കലി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒക്കെ ഹിസ്റ്ററി ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളത്. അപ്പം എനിക്കിപ്പം അമേരിക്കയിൽ സത്യം പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ട് പ്രത്യേകിച്ച് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നാറില്ല. കാരണം അഹങ്കാരം പറയല്ല, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പം ഇനി എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളത് യൂറോപ്യൻ കൺട്രീസാണ്. അപ്പം ഈ ഡോയിൽസ് ടൗൺ എന്ന് പറയുമ്പോൾ കുറച്ച് യൂറോപ്യൻ കൺട്രീസിൽ നമുക്കറിയാം അവിടെ ഇങ്ങനെ നല്ല സ്ട്രീറ്റുകളും പിന്നെ നല്ല നല്ല ഈ നല്ല ബിൽഡിങ്സും, ലൈക്ക് ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഓൾഡ് കൺസ്ട്രക്ഷനുള്ള ഈ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിങ്സ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അമേരിക്കയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് എൻ്റെ ചുറ്റിനും. ഇനി പുറത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ദാറ്റ് ഐ എം റൈറ്റ് നൗ. അപ്പം ഈ ഡോയിൽസ് ടൗൺ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ടൗണാണ്. ലൈക്ക് അത് ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം ഞാൻ ഓർത്തു നമുക്ക് വേണമെങ്കിൽ അവിടം വരെ ഒന്ന് പോവാം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് എനിക്കങ്ങനെ വിശപ്പൊന്നുമില്ല. ബട്ട് എന്തെങ്കിലും ഒരു കോഫിയോ എന്തെങ്കിലും, കുറേ കഫേസൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിക്കാം. സോ
You guys come with me. I don't know, ഈ പള്ളിയിൽ നിന്ന് എനിക്ക് പോരാൻ തോന്നുന്നില്ല. ലൈക്ക് കുർബാന കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ആരാധനയൊക്കെ കൂടി. അപ്പം നമുക്ക് ഡോയിസ് ടൗണിലോട്ട് വിട്ടാലോ? പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ, പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് വരുന്ന വഴിക്ക് വേറൊരു സംഭവം കൊണ്ട് ഒരു അടിപൊളി പാർക്ക്, പീസ്ഫുൾ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ആ പാർക്കിൻ്റെ താഴെ കൂടെ നല്ല ഒരു വലിയൊരു ഭയങ്കര പുഴയൊക്കെ ഒഴുകുന്ന നല്ലൊരു സംഭവം. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിൽ പോകേണ്ടി വരും. ഇപ്പം രണ്ടും കൂടി ഇന്ന് നടക്കത്തില്ല. തൽക്കാലം നമുക്ക് വിൽ ഗോ ടു ഡോയിസ് ടൗൺ. ഓക്കെ, കം വിത്ത് മീ. I was having a hard time in finding time lot. പിന്നെ എനിക്ക് പൈസ കൊടുത്ത് പാർക്കിംഗ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഫ്രീ പാർക്കിംഗ് നമുക്ക് വേണം. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മിക്ക ഫ്രീ പാർക്കിംഗ് ലോട്ടുകളും വാസ് നോട്ട് അവൈലബിൾ. അവസാനം ഞാൻ കുറച്ച് ഈ ഡൗൺ ടൗണിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്, കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഐ ഹാവ് ടു സെൻഡ് ദ ലൊക്കേഷൻ ടു സമ്മൺ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ കാറ് കയറിയപ്പോൾ വിശക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ചിലപ്പം എൻ്റെ കൺട്രോൾ തെറ്റുവാണെന്നുണ്ടെങ്കിൽ ഐ മേ ഈറ്റ് ഫ്രം ദെയർ. പിന്നെ എനിക്ക് ഇവിടെ പെൻസിൽവേനിയയിൽ താമസിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ. എനിക്കെന്തോ ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു മനസ്സുഖം തോന്നാറുണ്ട്. ഇപ്പം ഡൗൺ ടൗണിൻ്റെ നടുക്കായിട്ട് ഇവിടെ ഒരു ലൈക്ക് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. സോ ഐ എം സിറ്റിംഗ് ഹിയർ. ഇവിടെ ഒത്തിരി ഇങ്ങനെ ഡൗൺ ടൗണിലൊക്കെ പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഡൗൺ ടൗൺ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ സിറ്റിംഗ് ദെയർ. ലൈക്ക് എനിക്ക് ചില സമയം പേടിയാവും, എത്രത്തോളം സേഫ് ആണെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേനും. പക്ഷേ എന്തോ ഐ നോ ദാറ്റ് ഇവിടെ നമുക്ക് ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോഴത്തേനും നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവും. അപ്പം ദിസ് പ്ലേസ് ഐ നോ ദാറ്റ് ഇറ്റ്സ് വെരി സേഫ്. ആൾക്കാരെ കാണുമ്പോഴും ലൈക്ക് നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ഡോയിസ് ടൗൺ ഇസ് എ സ്മോൾ ബറോ ഇൻ ബക്സ് കൗണ്ടി, പെൻസിൽവേനിയ. ഇവിടുത്തെ മ്യൂസിയംസും പിന്നെ ആർട്ട് ഡെക്കോർ തിയേറ്ററും ഒക്കെ ഈ കുട്ടി ബറോനെ നല്ല ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. I am enjoying my peaceful walk in this beautiful town. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഈ പൂക്കളുണ്ടല്ലോ, നമുക്ക് ഇവിടെ സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ സ്പ്രിങ് ആയെന്ന് അറിയിക്കുന്ന ഒരു കൂട്ടം പൂക്കളാണിവർ. ഈ ടൗണിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തു തരാനായിട്ട് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ഹാവ് ടേക്കൺ മൈ ട്രൈപോഡ് സ്റ്റാൻഡ്. കാരണം എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഐ വാണ്ട് സം ഷോർട്ട് വീഡിയോസ് ഞാൻ ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് സോ നൈസ്. So right now I am in a Mediterranean restaurant and ഞാൻ ഓർഡർ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രിൽഡ് ഒക്ടോപ്പസ് ആൻഡ് ടർക്കിഷ് കോഫി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എനിക്ക് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ്. പണ്ട് ഞാൻ പോസ്റ്റ് ഡോക്ക് ആയിരുന്ന സമയത്ത് എൻ്റെ ലാബിൻ്റെ അപ്പുറത്തെ തൊട്ടടുത്ത ലാബിൽ എനിക്കൊരു ടർക്കിഷ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒത്തിരി തവണ പുള്ളിക്കാരുടെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ വാ, ടർക്കിഷ് കോഫി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും പോകാൻ പറ്റിയിട്ടില്ല അന്ന് തൊട്ട്. പക്ഷേ ഈ ടർക്കിഷ് കോഫി എന്നുള്ള സംഭവം എൻ്റെ തലയിൽ കയറിയിരിക്കുന്നതാണ്. ഇതുവരെ ഞാനത് കുടിച്ച് നോക്കിയിട്ടില്ല. എനിവേ ഞാൻ കോഫി ഓർഡർ ചെയ്യാൻ നേരം അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ വേണം, കാരണം ഇവിടെ ഉള്ളവർ കോഫി കുടിക്കുമ്പോൾ അവർ ഷുഗർ ആഡ് ചെയ്യത്തില്ല. എനിക്ക് ഷുഗർ ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ അവർ ഷുഗറൊക്കെ തരാമെന്ന് പറഞ്ഞു. സോ ഐ എം ഗോയിങ് ടു ഈറ്റ് സം ഗ്രിൽഡ് ഒക്ടോപ്പസ് ആൻഡ് അലോങ് വിത്ത് സം ടർക്കിഷ് കോഫി. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു ടർക്കിഷ് കോഫി ആദ്യമേ വേണോ, ഫുഡിൻ്റെ കൂടെ വേണോ, ഫുഡ് കഴിഞ്ഞിട്ട് വേണമെന്ന്. കാരണം ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ ഈറ്റ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോഫി കുടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡിൻ്റെ ഒപ്പം തന്നെ കോഫിയും വേണമെന്ന്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്.
ആൻഡ് ദർ ഇസ് എ സാഡ് ന്യൂസ്. അവരുടെ ഒക്ടോപ്പസ് തീർന്നു പോയി. അപ്പോൾ ഒക്ടോപ്പസിന് പകരം ദേ ആസ്ക് മീ ഇഫ് ഐ വാണ്ട് കലമാരി അല്ലെങ്കിൽ ഷ്രിമ്പ്. കലമാരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കലമാരി ഈസ് സ്ക്വിഡ്, നമ്മുടെ കണവയില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഓക്കെ, സ്ക്വിഡ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷ്, സ്ക്വിഡ് ആണെങ്കിൽ മതി എന്ന് പറഞ്ഞു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ സ്ക്വിഡ്. ഓക്കെ, സോ കണ്ടോ, ഇത് ടർക്കിഷ് കോഫി കപ്പ്. പിന്നെ എനിക്ക് ഷുഗർ വേണമെന്ന് പറഞ്ഞ കാരണം അവരെനിക്ക് പ്ലെൻറ്റി ഓഫ് ഷുഗർ കൊണ്ട് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഷുഗർ, നാച്ചുറൽ ടെർമിനാഡോ ഷുഗർ, കെയിൻ ഷുഗർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷുഗർ. ഏത് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് കുടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഐ എം സോ എക്സൈറ്റഡ് ടു ടേസ്റ്റ് ടർക്കിഷ് കോഫി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കട്ടെ. ഒരു പാക്കറ്റ് കൂടെ ഷുഗർ ആഡ് ചെയ്യാം. കോഫിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു സംഭവമാണിത്. ലെറ്റ് മി ടേസ്റ്റ്. കൊള്ളാം, സംഭവം നല്ല സ്ട്രോങ് ആണ്. എൻ്റെ മധുരം കൂടെ ഇട്ടപ്പോഴത്തേനും നല്ല കറക്റ്റ് മധുരമൊക്കെ നല്ല പാകമാണ്. ബട്ട് സോ സ്ട്രോങ്, ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ കറി മസാല പോലുണ്ട്. നോട്ട് ബാഡ്, പക്ഷേ ഇച്ചിരി പുളി കൂടുതലാണ്. എനിക്ക് ഇത്ര പുളി പറ്റത്തില്ല. എനിക്ക് തക്കാളി ഇട്ട് നമ്മുടെ മസാല തന്നെ, ഐ ഡോണ്ട് ഫൈൻഡ് മച്ച് ഡിഫറൻസ്. പക്ഷേ ഇച്ചിരി പുളി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുളി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കോഫിയും കൂടെ കുടിക്കും. അപ്പോൾ ശരി, ഞാൻ കഴിക്കട്ടെ. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഐ ടുക്ക് ബ്രേക്ക് ഫോർ 2 hours. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാനുണ്ട്. സോ വിത്ത് ദാറ്റ് എൻ്റെ ഒരു പീസ്ഫുൾ ഡേ എന്ന് പറയാൻ പറ്റത്തില്ല, സം പീസ്ഫുൾ അവേഴ്സ് ഇൻ മൈ ലൈഫ് ഇൻ ദിസ് ഡേ ഞാനിവിടെ അവസാനിപ്പിക്കും. എൻ്റെ സോളിനെ ഹാപ്പി ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. ആൻഡ് ഐ ഡിഡ് സംതിങ് ദാറ്റ് വിൽ മേക്ക് മൈ ബോഡി ഓൾസോ ഹാപ്പി. സോ യാ, ഐ ബിലീവ് നമ്മുടെ ശരീരവും ആത്മാവും ഒരുമിച്ച് ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ ഒരു ഫുൾ ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. സോ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വഴി സെറ്റ് ചെയ്തേക്കുവാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഞാൻ എവിടെയോ ഏതോ ഒരു കുതാവിൽ എൻ്റെ കാർ പാർക്ക് ചെയ്തിട്ടാണ് ഇതുവഴിയുള്ള നടത്തം തുടങ്ങിയത്. ആൻഡ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതൊക്കെ ദിസ് ഓൾ ആർ ദ ബ്യൂട്ടിഫുൾ നെയ്ബർഹുഡ് ഇൻ ഡോയിൽസ് ടൗൺ. ഇറ്റ്സ് സോ നൈസ്. നല്ല കിളികളുടെ കരച്ചിലും ഒക്കെ ആയിട്ട് എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ കിളികളുടെ കരച്ചിലൊക്കെ ഉണ്ട്. ബട്ട് സംഭവം ഇവിടെ എനിക്കെന്തോ ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, എനിവേ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിലെ തിരക്കുകളും കുക്കിംഗ് പരിപാടികളും ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. സോ ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ കാറൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കാറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു വീഡിയോയുടെ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ വീഡിയോയിൽ ഉടനീളം ഞാനിങ്ങനെ മൈക്കും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അത് വെറും ഒരു പ്രഹസനമായി മാറി. സോ എനിവേ, ഇനി അടുത്ത തവണ മൈക്കൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് മീ സൈനിങ് ഓഫ് ഫ്രം ദിസ്. ഒരു ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് കാണിക്കട്ടെ. ഫ്രം ദിസ് ഇവിടെ
കേൾക്കാൻ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ എൻ്റെ വീഡിയോയിൽ കിട്ടുന്നില്ല. എനിവേ, ഐ എം സൈനിങ് ഓഫ് ഫ്രം ഡോയിൽസ് ടൗൺ ഇൻ പെൻസിൽവേനിയ. See you all with another video. Bye bye.